നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹലോ. നമസ്കാരം. ഹലോ. സുഖല്ലേ? വേണ്ട വേണ്ട, എൻ്റെ അടുത്ത് വലിയ വർത്താനൊന്നും പറയണ്ട. ഇല വന്ന് മുള്ളയിൽ വീണാൽ മുള്ളു വന്ന് ഇലയിൽ വീണാൽ ഇലയ്ക്ക് തന്നെ കേട്. അങ്ങനെയല്ലേ? അങ്ങനെ എങ്ങാണ്ടാണ്. കുഴപ്പമെന്ന് പറഞ്ഞപ്പോ നമ്മളെ തമ്മിൽ വർത്താനം പറയും. ഇപ്പൊ നാട്ടുകാരിപ്പോ മതിലുമൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഏതാണ്ടൊക്കെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയാവൂല. വീരാനിക്ക് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ശരിയാവൂല. നിന്റെ ജീവിതത്തിന് തന്നെ കേടാ. അതുകൊണ്ടാ എന്റെ ജീവിതം കേടായി നിൽക്കണം. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. അല്ല, അത് പാടാൻ അമ്മാവിന്റെ ജീവിതത്തിന് എന്താ പറ്റിയത്? ഷാരടി, ഞാൻ ഇവിടുത്തെ ഈ പിള്ളേരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേ മനസ്സിൽ കൊതിക്കണം. കാരണം ഒരു 5 പെമ്മക്കൾ എനിക്ക് തന്നെങ്കിലും ആലോചിച്ചു ഞാൻ. എല്ലാരും കൊണ്ട് ഇവിടെ ഒന്ന് കോമഡി പറയിക്കാനോ? കോമഡി പറയിക്കാനല്ല, കാരണം അമ്മാവൻ തന്നെ ഇവിടെ വരുന്നത് ഇപ്പൊ വലിയ കഷ്ടമായിട്ടിരിക്കുക. 5 പെമ്മക്കളെ കൊണ്ട് വന്നാൽ എങ്ങനെ ശരിയാവും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എങ്ങനെ സാധിക്കണം? CC അടഞ്ഞു തീരാറായിപ്പ. അല്ലതെ നമ്മ കൂടണ്ട. പാടാൻ വന്നാണെങ്കിൽ പാടിയിട്ട് പോ. അല്ല അമ്മാവ, ഞാൻ പറയുന്നത് അമ്മാവനിപ്പോ 5 ആമക്കള് നല്ല പോത്തുകുട്ടന്മാരെ പോലത്തെ 5 ആമക്കളില്ലേ, അവരെ വെച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? അതാണ് എനിക്ക് പറ്റിയ തെറ്റ് പിഷാരടി. എന്താ പറ്റിയേ? 5 പേരെ ഞാൻ പോത്തുപോലെ വളർത്തി. ലാസ്റ്റ് ആ സ്വത്ത് മൊത്തം ഇതുമാരെ ലക്ഷ്യതായിരുന്നു. പഠിപ്പിച്ച് വലുതാക്കി ലാസ്റ്റ് അമര ഉണ്ടാക്കി വെച്ച, ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, എന്റെ കാരണന്മാരുണ്ടാക്കി വെച്ച സ്വത്ത് മൊത്തം ഇവന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പൊ നമ്മ പുറത്തായി. പിന്നെ ഡേന, ഈ ഒരു ഒറ്റ പരിപാടി ഉള്ളതാണ് ഞാൻ ജീവിച്ചു പോണത്. കാരണം ചായയും ചോറൊക്കെ ഇടുന്നിട്ട് പൈസ കിട്ടൂലെങ്കിലും ചായയും ചോറൊക്കെ കറക്റ്റ് കിട്ടുന്നില്ലേ? അല്ല, അതാണ് പറഞ്ഞത്. അല്ല അമ്മാവ, എന്താ പ്രശ്നം? ഈ 5 മക്കൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാല്, രചന ഡാൻസ് കളിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പാട്ട് പാടിക്കും. ശരി. കുട്ടികൾ, സ്വന്തം കുട്ടികൾ, പഴ്മരങ്ങളായി വളർന്നൊരെന്റെ കുട്ടികൾ, സ്വത്തു തർക്കവും ഒത്തുതീർക്കലും എത്രമാത്രം അടികളിടികൾ എന്റെ നെഞ്ചതേറ്റു വാങ്ങി. 5 കുട്ടികൾ, സ്വന്തം കുട്ടികൾ, പാഴ്മരങ്ങളായി വളർന്നൊരെന്റെ കുട്ടികൾ. ആയ കാലമൊക്കെയും ഇവർക്കു വേണ്ടിയൻ പ്രാണവായുവും കളഞ്ഞു ജോലി ചെയ്തു ഞാൻ. സോമനെന്ന പേരുകേട്ട ഭാര്യടാങ്ങളാ ഭാരമായി എന്റെ വീട്ടിൽ നിന്നുറച്ചുപോയി. മടിയനായ കുടിയനായ അളിയനാണവൻ, കുട്ടികൾക്കു ബ്രാൻഡഡായ മാമനാണവൻ. ശരീരവും വിയർത്തിടാതെ കാത്തിടുന്നവൻ. മക്കളൊക്കെയും മിടുക്കരാക്കണം, അതിനിടയ്ക്ക് സ്വന്തം കാര്യം നമ്മൾ നോക്കണം. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ, വേണ്ട പോലെ വേണ്ട സമയം വേണ്ടുവോളം ചെയ്തിടേണം. 5 കുട്ടികൾ, സ്വന്തം കുട്ടികൾ, പാഴ്മരങ്ങളായി വളർന്നൊരെന്റെ കുട്ടികൾ. അഞ്ജലിയുടെ വെരി ഫസ്റ്റ് സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇന്ദു ആദ്യമായിട്ട് നമ്മുടെ ഫ്ലോറിൽ എത്തുന്നത്. ഇവിടെ പെർഫോമൻസിൽ നിന്നും ഇവരിൽ ആരാണ് മികച്ചു നിൽക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി സമ്മാനമുണ്ട്. നമ്മുടെ പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് അവാർഡാണ്. പ്ലസ് ഇഫ് ദ മാർക്സ് ഇസ് 90 above, 90-ൽ കൂടുതലാണ് മാർക്സ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ എൻട്രി ലഭിക്കുന്നു. അതായത് വീണ്ടും നമ്മുടെ മഞ്ചപ്പുറം ടൈം സീസൺ 4-ൽ നിങ്ങൾക്ക് ഇവിടെ മത്സരിക്കുവാൻ പെർഫോം ചെയ്യാനുള്ള ഒരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് അത്. ഓക്കെ, സൂപ്പർ അല്ലേ? അതെ അതെ, ചോദിച്ചാലോ രമേശേട്ടാ? നല്ല രസമുള്ള പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും. ഇന്നത്തെ 2 പേർ ഇന്ദു കൊല്ലവും അഞ്ജലി തിരുവല്ലയുമാണ് മത്സരിച്ചത്. ഇന്ന് 2 പേരിൽ കൂടുതൽ മികച്ചു നിന്നത് 93 മാർക്കുകളോടുകൂടി ഇന്ദു കൊല്ലം. ഗോൾഡൻ എൻട്രി ഉണ്ട്. 91 മാർക്ക് ലഭിച്ചു അഞ്ജലി തിരുവല്ല. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സൂപ്പർ. അപ്പോൾ 2 പേർക്കും ഗോൾഡൻ എൻട്രി ലഭിച്ചിട്ടുണ്ട് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദി ഫസ്റ്റ് പ്ലേസ്. എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ആദ്യമായിട്ടൊരു ചാനലിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തതിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
എനിക്കൊന്ന് ഞാൻ ഓപ്പൺ മൈക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. ഒരു ചാനൽ വന്ന് പെർഫോം ചെയ്യുമ്പം ലൈവ് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നത് പോലെയല്ല. എനിക്കൊന്ന് ലൈറ്റ്സും ക്യാമറയും എല്ലാം കൂടെ വരുമ്പോൾ ഉള്ള ഡിഫറൻസസ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻവയൺമെന്റും ഇതുപോലൊരു പ്ലാറ്റ്ഫോമും ഇത്രയും നന്നായിട്ട് ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു താങ്ക് യു പറയാനുണ്ട്. അതെ അതെ അതെ. പ്രൈസസ് നൽകാനായിട്ട് രമേശ് ഏട്ടാ, രചന പ്ലീസ്. പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് funsupon8time@gmail.com മെയിൽ ചെയ്യുകയാണെങ്കിൽ